ദശകം 60 ഗോപീവസ്ത്രാപഹരണം. മദനാതുരചേതസോന്വഹം. ആ മദനൻ കാമദേവൻ അവരുടെ ഉള്ളിലിരുന്ന് ഈ വിധത്തിലുള്ളതായ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു. ആതുരചേതസ, കാമദേവനാൽ ഉണ്ടാക്കപ്പെട്ട അനുരാഗത്തോടിയ മനസ്സ്. ഇതെപ്പോഴൊക്കെയാണ്? അന്വഹം, ദിവസേന. ഭവദംഘ്രിദ്വയദാസ്യകാമ്യ, അവർക്ക് ആ ഭഗവാന്റെ പാദങ്ങളെ കല്യാണം കഴിക്കണമെന്ന് അവർ പറയുന്നില്ല. ആ പാദങ്ങളെ ഞങ്ങൾക്ക് ഒന്ന് സേവിക്കണം. അതാണ് അംഘ്രിദ്വയം. ആ 2 പാദങ്ങളെയും അതിന് ദാസ്യം, അതിൻ്റെ ദാസ്യം, ആ ദാസ്യത്തിലുള്ളതായ ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ 2 പാദങ്ങൾ എപ്പോഴും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകങ്ങൾ. അത് മനസ്സിലാക്കണം. അതായത് ആര് ഭഗവത് പാദങ്ങളെ നിരന്തരം പൂജിക്കുന്നുവോ അവർ സത്യത്തിലും ധർമ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ആർക്കും അവരെ അതിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. ഇവർക്കും അതുപോലെ തന്നെ. അതിന് ആ കാമദേവൻ അവരെ അനുഗ്രഹിച്ചു. അവരുടെ മനസ്സിൽ എന്നും ആ അനുരാഗമുണ്ടായിരുന്നു. ഭവദംഘ്രിദ്വയ ദാസ്യകാമ്യയ. അപ്പം അവരെല്ലാവരും കൂടി ഒന്ന് തീർച്ചയാക്കി. നമുക്ക് ദേവിയോട് പറഞ്ഞു നോക്കാം. സഹോദരിയോട് പറഞ്ഞാൽ സഹോദരനെ കിട്ടും. ദേവിയോട് പറയാൻ പോവാണ്, പാർവതീ ദേവിയോട് പറയാൻ പോവാണ്. യമുനാതടസീംനി, യമുനാ നദിയുടെ തടത്തിൻ്റെ അരികത്തായിട്ട് ആ മണലിൽ സൈകതീം ഗിരിജാം, മണൽ കൊണ്ടുണ്ടാക്കിയ ഗിരിജയെ വെറുതെ ഇങ്ങനെ കൂട്ടി വയ്ക്കുക, അത്രയേ ഉള്ളൂ. തരളാക്ഷ്യ സമാർച്ചിജൻ, തരളമായ അക്ഷികളോടുകൂടിയവർ, സുന്ദരിമാരായ ആ ഗോപിമാരെല്ലാവരും ദേവിയെ പൂജിച്ചു. അപ്പോൾ അവരുടെ ആഗ്രഹം, അവരുടെ അനുരാഗത്തിനെ പൂരിപ്പിക്കാൻ വേണ്ടി ആ ഭഗവാന്റെ പാദങ്ങളെ പൂജിക്കാൻ അവർ തീർച്ചയാക്കി. ഭവദംഘ്രിദ്വയദാസ്യകാമ്യ, ആ പാദങ്ങളെ പൂജിച്ച് ആ ഭഗവാനെ നേടുക. അതിന് ദേവിയോട് പറയുക. ദേവി തീർച്ചയായും നമ്മളെ അനുഗ്രഹിക്കും എന്ന് അവർ ഓരോരുത്തരും തീർച്ചയാക്കി. ശ്ലോകം 2. അവർ യമുനാ നദിയിലേക്ക് ദിവസവും രാവിലെ പോവുകയാണ്. എങ്ങനെയാണ് പോണത്? തവ നാമകഥാരദാസമം, ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട്, കഥകൾ പറഞ്ഞുകൊണ്ട്, അതിലെല്ലാം എന്തെന്നില്ലാത്ത രതിയോടുകൂടി. സുദൃശ, സുലോചനമാർ, നല്ല കണ്ണോടുകൂടിയവർ, സുന്ദരിമാർ. പ്രാതരുപാഗതാ നദി, ഹേ ഭഗവൻ, രാവിലെ നേരത്തെ അവരെല്ലാവരും ആ നദീതീരത്തേക്ക് എത്തി. തിരുവാതിരയ്ക്ക് മറ്റേ നമ്മളും ചെയ്യാറുണ്ട്. തിരുവാതിരയ്ക്ക് വളരെ നേരത്തെ എല്ലാവരും കൂടി ഒന്നിച്ച് അങ്ങനെ കുളിക്കാൻ പോകും. എല്ലാവർക്കും നദി കിട്ടില്ലല്ലോ, കുളങ്ങളിൽ പോവും. അപ്പോൾ ഭഗവാന്റെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് പോവുക. അതാണ് ഇവിടെ ചെയ്തത്. തവ നാമകഥാരദാസമം, നാമങ്ങൾ പറഞ്ഞു, കഥകൾ വർണ്ണിക്കുന്നതായ പാട്ടുകൾ. ആ പാട്ടുകൾ ചൊല്ലിക്കൊണ്ട് ആ സുന്ദരിമാർ രാവിലെ നേരത്തെ ആ നദീതീരത്തേക്ക് എത്തി. പ്രാതരുപാഗതാ നദീം, ഓരോരുത്തരും ഓരോ സാധനങ്ങൾ പൂജിക്കാനായിട്ട് കൊണ്ടുവരും. ഉപഹാരശതൈഹി, അങ്ങനെ കൊണ്ടുവരുന്നതായ പൂജാ സാധനങ്ങൾ, അതാണ് ഉപഹാരങ്ങൾ. ആ ഉപഹാരങ്ങൾ നൂറ്റുകണക്കിന്. ചിലർ ഉണ്ണിയപ്പം കൊണ്ടുവരും, ചിലർ പഴം കൊണ്ടുവരും. അതാണ് ഉപഹാരശതൈഹി അപൂജയൻ, പൂജിച്ചു, ദേവിയെ പൂജിച്ചു.
എന്തു പറഞ്ഞിട്ടാണ്? ദൈതോ നന്ദസുതോ ഭവേത് ഇതി. ഈ പ്രിയപ്പെട്ട ആ നന്ദഗോപരുടെ പുത്രനുണ്ടല്ലോ, ഞങ്ങൾക്കായി കിട്ടണം, ഞങ്ങളുടെ ഭർത്താവണം. ദൈതൻ പ്രിയപ്പെട്ടവൻ. ആ നന്ദഗോപരുടെ പുത്രൻ ആയ കൃഷ്ണൻ ഞങ്ങൾക്ക് ദൈതനായിട്ട് വരണം. ദൈതൻ പ്രിയപ്പെട്ടവൻ. ഇത് ഗോപികമാർക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും വധിക്കാവുന്നതാണ്. എന്തുകൊണ്ട്? ഈ ഭഗവാൻ എല്ലാവരുടെയും ഭർത്താവാണ്, എല്ലാവരെയും ഭരിക്കുന്നവനാണ്. ഭർത്ത എന്ന് വെച്ചാൽ ഭരിക്കുന്നവനാണ്. അപ്പോൾ നമ്മളെ എല്ലാവരെയും ഭരിക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭരിക്കുന്ന ഭഗവാൻ നമുക്ക് ദൈതനാണ്, പ്രിയപ്പെട്ടവനാണ്. അപ്പോൾ ഭർത്താവ് എന്നുള്ള അർത്ഥം എടുക്കേണ്ട ആവശ്യമില്ല. ആ നന്ദഗോപരുടെ പുത്രൻ, ആ ദൈതൻ ഉണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുത്രൻ ഉണ്ടല്ലോ, ആ പുത്രന് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഭവിക്കണം, ഞങ്ങളുടെ ദൈതനായിട്ട് ഭവിക്കണം. അതിന് ദേവിയെ ഞങ്ങൾ പൂജിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഗോപികളെല്ലാവരും വളരെ നേരത്തെ ദിവസേന ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടും സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ടും ആ നദീതീരത്തേക്ക് വരികയുണ്ടായി.